ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റായിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള മുറബയാണ്. എല്ലാവരുടെയും വീടുകളിൽ ആവശ്യത്തിലധികം പച്ചമാങ്ങയുണ്ടല്ലോ ഇപ്പോൾ. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത, ഇതിനകത്ത് വൈറ്റമിൻ, അയൺ, കാൽസ്യം ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചൂടുകാലത്ത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ ഹെൽത്തിയും സ്വീറ്റായിട്ടുള്ളതുമായ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ഞാൻ ഇതുപോലെ 1 കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മാങ്ങയൊക്കെ എടുക്കാം കേട്ടോ. ഇച്ചിരി ദശക്കട്ടിയുള്ളതാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് ചെത്തിയെടുക്കണം. ചെത്തിയെടുത്തിട്ട് നീളത്തിൽ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാവേ. ഇപ്പം ഞാനിതെല്ലാം തൊലി ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലെടുത്തിട്ട് ഇതുപോലെ ഉണ്ടോ, ഈ സൈസിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇതേപോലെ നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് സമയത്തേന് ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഗ്യാസിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് സമയത്തിനൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത മാങ്ങ ഉണ്ടല്ലോ, ഈ മാങ്ങ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഒരു 3-4 മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലായാൽ മതി. അതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം ഇതിനകത്തുനിന്ന്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അടുത്തത്, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഷുഗർ ചേർക്കുന്നില്ല, ശർക്കര ചേർക്കുന്നില്ല, കൽക്കണ്ടമാണ് കേട്ടോ അതിന് പകരമായിട്ട് ചേർക്കുന്നത്. മധുരത്തിന് പകരമായിട്ട് കൽക്കണ്ടത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഇത് ഓർഗാനിക് ഷുഗറാണ്, കെമിക്കൽ ഫ്രീ ആണ്. അപ്പം പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, കുട്ടികൾക്കൊക്കെ മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, പിന്നെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. കുട്ടികൾക്കെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൽക്കണ്ടത്തിൽ യാതൊരു കെമിക്കലൊന്നുമില്ല. ഇതൊന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ അമ്മിക്കല്ല്, ഇതാണ് കേട്ടോ എൻ്റെ അമ്മിക്കല്ല്. ഈ അമ്മിക്കല്ലെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന്, ചെറിയൊരു വലിയ കട്ടകളല്ല, അതൊന്ന് ചെറുതാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിൽ ഇത്രയും വലുതായിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം ഞാനിതൊന്ന് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇതുകൊണ്ടോ ഇതേപോലെ നമുക്ക് പൊടിച്ചെടുക്കാമില്ല. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ എല്ലാം. അപ്പോൾ ഇത് ഞാൻ അരകല്ലയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ, 750 ഗ്രാമാണ് കേട്ടോ. 1 കിലോ പച്ചമാങ്ങയ്ക്ക് 750 ഗ്രാം നമ്മുടെ കൽക്കണ്ടം ഇതാണ് കേട്ടോ. ഞാൻ ക്രഷ് ചെയ്തെടുത്ത് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പം ക്രഷ് ചെയ്ത് നന്നായിട്ട് വലിയ കട്ടകളൊക്കെ ചെറുതാക്കിയിട്ട് വേണം പൊടിക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക്. ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം ബോയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ച കൽക്കണ്ടം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. 1 കിലോ മാങ്ങയുടെ വെയിറ്റിനനുസരിച്ച് വേണം കൽക്കണ്ടം ചേർക്കാൻ കേട്ടോ. ഇപ്പോൾ 1 കിലോ 1.25 കിലോയ്ക്ക് അപ്പോൾ 750 ഗ്രാം, പിന്നെ 3/4 കിലോ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒന്നും ചെയ്യാനില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയത്തോളം, ഒരു 3/4 മണിക്കൂർ സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു പാത്രം വെച്ച് അടച്ചു വെക്കാം. അപ്പം ഇതിനകത്തെ ആ വെള്ളമെല്ലാം പിന്നെ ഇത് ഉരുകിയിട്ട് വെള്ളം പോലെ ആയി വരും. അതിനുശേഷം നമുക്കിനി ബോയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതുപോലെ ഒരു 3/4 മണിക്കൂർ സമയം നേരത്തേനൊന്ന് അടച്ചു വെക്കാവേ. ഇപ്പം നമ്മളിത് പിന്നെ കൽക്കണ്ടമൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാവേ. പെർഫെക്റ്റായിട്ടിത് ഇതുകൊണ്ടോ എല്ലാം നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അലുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ കിടന്നിട്ട് കൽക്കണ്ടം പൊടിച്ചിട്ടുകൊണ്ടാണ് പെട്ടെന്ന് അലുത്ത് വന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്നുകൂടെ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. നല്ല കട്ടിയുള്ള
പാത്രം തന്നെ എടുക്കണം. അലുമിനിയം ഉപയോഗിക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന്, ഇതിപ്പം വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, ഇത് നല്ല ഒരു തേൻ പരുവത്തിലാകുന്നത് വരെ ഒന്ന് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇതിപ്പോൾ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടിയിലാകുമ്പോൾ അത് നന്നായിട്ടെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും. അലുമിനിയത്തിൻ്റെ പാത്രം ഞാൻ പറഞ്ഞില്ല ഉപയോഗിക്കരുത്, അത് അത്ര നല്ല ക്ലിയർ ആയിട്ട് വരത്തില്ല. അപ്പം ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കിനി ഒരു 10 മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് കുറുകി, അതായത് നല്ലൊരു നൂൽപ്പരുവാകുന്ന പരുവത്തിൽ വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിന് ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് നമുക്കൊരു 2-3 ഇതുപോലെ ഒരു 3-4 ഇതുപോലെ കറുവാപ്പട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്ക, ഒരു 5-6 ഏലക്കയും കൂടെ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിൻ്റെ. അപ്പം ഇതുകൂടെ ഇതിനകത്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കിടന്ന് ബോയിലാകട്ടെ കേട്ടോ. എന്താണെങ്കിലും ഒരു 10 മിനിറ്റ് സമയം എടുക്കും. ഇതിപ്പോൾ ഇതുപോലെ വെള്ളം പോലെ ഇരിക്കുന്നതാണല്ലോ, നൂൽപ്പരുവാകുന്നതാണ് കണക്ക്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കുങ്കുമപ്പൂവാണ് കേട്ടോ, ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാവും. കാരണം കൽക്കണ്ടും കുങ്കുമപ്പൂവും ഒക്കെയാണ് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറൊക്കെ ആയിരിക്കും, അതിൻ്റെ ഫ്ലേവറും ഒക്കെ ആകുമ്പം മക്കൾക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അവർക്ക് ഹെൽത്തിയാണ്, അറിയാമല്ലോ. പാലിനകത്ത് കുങ്കുമപ്പൂവൊക്കെ ഇട്ട് കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്, അവരുടെ ഉള്ളിലേക്ക് ചെല്ലില്ല അത്രേ. അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മാംഗോ സ്വീറ്റ് റെസിപ്പി, മാംഗോ മുറബ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല തേൻ പോലെ നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഒട്ടുന്ന പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം ഇതുപോലെ ഒരു ബൗളിനകത്ത് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ബർണിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് 1 വർഷം വരെ നമുക്ക് കേടുകൂടാതിരിക്കും കേട്ടോ, യാതൊരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ഇത് മധുരത്തിനകത്ത് കിടന്ന് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ ഓരോ പീസ് അങ്ങോട്ട് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടുകൂടി കഴിച്ചോളും. ഏലക്കയൊക്കെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ഇതുകൊണ്ടോ, ഇതേപോലെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. വൈറ്റമിൻസും കാൽസ്യം ഒക്കെ നിറഞ്ഞ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.